തീ പൊള്ളിയ കവിത. അങ്ങോട്ട് നോക്കിയ തീയാണ്, ഇങ്ങോട്ട് നോക്കിയ തീയാണ്. പൊള്ളുന്ന അനുഭവത്തിൽ ആരോമൽ എഴുതിയ കവിത. വിളക്കിൽ നിന്നും കൈപൊള്ളിയപ്പോഴാണ് കവിത പിറന്നത്. പൂമ്പാറ്റയെ കണ്ടപ്പോഴും JCB കണ്ടപ്പോഴുമൊക്കെ ആരോമൽ കഥയും കവിതയും എഴുതി. ആകെ 81 എഴുത്തുകൾ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഈ സീസണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരൻ. കവി കുഴൂർ വിൽസനാണ് ആരോമലിന്റെ ആദ്യാക്ഷരങ്ങൾ പ്രകാശനം ചെയ്തത്. ആദ്യ എക്സ്കവേറ്റർ മണ്ണ് മാന്തിയതാ. പിന്നെ എഴുതിയ ഓർമ്മല്ല. കൈ പൊള്ളിയപ്പോ എന്താ എഴുതിയ? എനിക്ക് തീ പൊള്ളിയ കവിത. അതെങ്ങനെ തീ പൊള്ളി? ആ വിളക്ക് എന്റെ മോളിന്ന് തിരി വീണ. ബാലുശ്ശേരിക്കടുത്ത് തൃക്കുറ്റിശ്ശേരി ഗവൺമെന്റ് UP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആരോമൽ. എഴുത്തിനോടുള്ള ഇഷ്ടം ആദ്യം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞെങ്കിലും സ്കൂളിൽ നിന്നും അധ്യാപകർ പറഞ്ഞപ്പോഴാണ് ബോധ്യം വന്നത്. വീട്ടിൽ ഇങ്ങനെ അറിയാം കുറച്ചൊക്കെ, പക്ഷെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാവുമല്ലോ. മറ്റുള്ള ആളുകൾ ഇപ്പം വിശ്വസിക്കുക നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എഴുതാന്നുള്ള. അപ്പൊ ടീച്ചർ ഇന്ദുജ ടീച്ചർ ഉണ്ട് ക്ലാസ്സിൽ. അപ്പൊ ടീച്ചർ അവിടുന്ന് ഇങ്ങനെ ഓരോ സബ്ജക്ട് കൊടുത്ത് എല്ലാ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുമ്പം ടീച്ചർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോനെ എഴുതുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതാറുണ്ട് വീട്ടിൽ നിന്ന്. നിർമ്മലൂർ സ്വദേശികളായ കിഴക്കയിൽ പ്രബീഷിന്റെയും ബിനിലയുടെയും മകനാണ് ആരോമൽ. ഷാർജയിലാണ് പ്രബീഷ് ജോലി ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.